ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. അപ്പോൾ ഇന്ന് നമ്മൾ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിലെ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ സെഷനിൽ വരുന്നത് എന്താണ് കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, എന്താണ് ഒരു പ്രൊജക്ട്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രൊജക്ട്സ് എന്നീ ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട് നമ്മൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിറ്റിസൺസിൻ്റെ അല്ലെങ്കിൽ ആരുടെങ്കിലും ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്യാൻ എന്നുള്ള ഒരു ഐഡിയയോട് കൂടിയായിരിക്കും. അത് ഫൈനലി എൻഡ് ചെയ്യുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടാണ്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്റ്റിൻ്റെ ഒരു ഫേസ് ആണ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ബേസിക്കലി സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിന് ഡിഫറെൻറ്റ് ഫേസസ് ആണുള്ളത്. അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ സൈറ്റ് കാണണം, പിന്നെ അതിൻ്റെ പേപ്പർ വർക്ക്സ് ഉണ്ട്. അങ്ങനെ ഫൈനലി പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഫേസിലേക്ക് എത്തുന്നത്. So the civil engineering project begins with an idea to fulfill the required demands and to provide basic amenities to the citizen. അപ്പോൾ നമ്മൾ ഒരു ഐഡിയ ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സിറ്റിസൺസിന്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യുന്ന രീതിയിലും അവർക്ക് ആവശ്യമായ രീതിയിലുമായിട്ടായിരിക്കും നമ്മുടെ ഒരു പ്രൊജക്റ്റ് നമ്മൾ ബിഗിൻ ചെയ്ത് അത് എൻഡ് ചെയ്യുന്നത്. ആൻഡ് എ പ്രോജക്റ്റ് എൻഡ്സ് വിത്ത് ആൻ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ പ്രോജക്റ്റ് എപ്പോഴും എൻഡ് ചെയ്യുന്നത് തുടങ്ങുന്ന ഒരു ഐഡിയയിൽ നിന്നും ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാനായിട്ടാണ് എൻഡ് ചെയ്യുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചറിലാണ്. ആ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെയാവാം? റിക്രിയേഷണൽ അമ്യൂണിറ്റീസ് ആവാം, ഇൻഡസ്ട്രിയൽ അമ്യൂണിറ്റീസ് ആവാം, അല്ലെങ്കിൽ പ്ലാൻസ്, ഓപ്പറേഷൻ പ്ലാൻസ് എല്ലാം ആകാം. ഇനി ദർ ആർ ഡിഫറെൻറ്റ് ഫേസസ്. ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിൽ ഡിഫറെൻറ്റ് ഫേസസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വരുന്നത് കൺസെപ്ച്വൽ ആൻഡ് ഫീസിബിലിറ്റി സ്റ്റഡീസ്. ആദ്യം തന്നെ നമ്മൾ എന്ത് കൺസെപ്റ്റാണ്, എന്താണ് നമ്മുടെ ഐഡിയ, അതനുസരിച്ചുള്ളൊരു ഫീസിബിലിറ്റി സ്റ്റഡി നമ്മൾ നടത്തും. അതിനുശേഷം നമ്മളൊരു എഞ്ചിനീയറിംഗ് ഡിസൈൻ, നമ്മളൊരു സ്ഥലം ചൂസ് ചെയ്തതിന് ശേഷം അവിടെ പോസിബിൾ ആയിട്ടുള്ള ആ ഒരു കണ്ടീഷനിൽ പോസിബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് ഡിസൈൻ ആയിട്ട് നമ്മൾ കെയിം അപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി കോൺട്രാക്ടിങ് ആൻഡ് പ്രൊക്യൂർമെന്റ്. അപ്പോൾ ഡിസൈൻ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ബിഡിങ്ങും ടെൻഡറിങ്ങും എല്ലാം വിളിച്ച് കോൺട്രാക്ട്, അപ്പോൾ ആദ്യം ബിഡിങ് നടത്തും. ആൻഡ് ബിഡിങ് ഫൈനലി ടെൻഡർ സൈൻ ചെയ്തതിന് ശേഷമാണ് അത് കോൺട്രാക്റ്റ് ആയി മാറുന്നത്. ആൻഡ് കോൺട്രാക്ട് പിന്നെ പ്രൊക്യൂർ ചെയ്യണം. ആ കോൺട്രാക്ട് ആരാണോ എടുത്തത്. അപ്പോൾ കോൺട്രാക്ട് പ്രൊക്യൂർമെന്റ് ഇങ്ങനെ എല്ലാ ഡോക്യുമെന്റ് ഡീറ്റെയിൽസും കഴിഞ്ഞതിന് ശേഷം, ഡോക്യുമെന്റേഷൻ എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ കൺസ്ട്രക്ഷൻ ഫേസിലേക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അതിനുശേഷം കൺസ്ട്രക്ഷൻ വർക്ക്സ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അതിന് നമ്മൾ കമ്മീഷൻ ചെയ്യും. ആൻഡ് ഫൈനലി അത് നമ്മൾ യൂസ് ചെയ്യും. ആൻഡ് ദെൻ യൂട്ടിലൈസേഷൻ. ഫൈനലി അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നതും പിന്നീട് മെയിൻ്റനൻസ് വർക്ക്സ് എല്ലാം വരുന്നത്. അപ്പോൾ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ ഫേസ് കൂടി ചേർന്നതാണ് ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ്, നമ്മളുടെ ഒരു കൺസ്ട്രക്ഷനെ നമ്മൾ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ നമ്മളുടെ കൺസ്ട്രക്ഷൻ്റെ ഡിസൈനിനെ പറ്റിയും അതിൻ്റെ സ്ട്രക്ചേഴ്സിനെ പറ്റിയും അതുപോലെ തന്നെ മോഡേൺ ആയിട്ടുള്ള മാനേജ്മെന്റ് ടെക്നിക്സിനെ പറ്റിയുമുള്ളൊരു നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദ മാനേജ്മെന്റ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട് റിക്വയർ നോളജ് ഓഫ് മോഡേൺ മാനേജ്മെന്റ് നോളജ് ആസ് വെൽ ആസ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ കൺസ്ട്രക്ഷൻ്റെ ഡിസൈനും അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മുടെ ഒരു പ്രോജക്റ്റിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് കാണും, അതുപോലെ തന്നെ കൺസ്ട്രെയിൻസ് ഉണ്ടാവും. അപ്പോൾ മേജർ ആയിട്ട് വരുന്ന ഒരു കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ടൈം കൺസ്ട്രെയിൻ ആണ്. അതായത് വിത്തിൻ ലെസ് ടൈം, അപ്പം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ പെട്ടെന്ന് നല്ല എഫിഷ്യൻ്റ് ആയിട്ട് ചെയ്തു തീർക്കാനാണ് മാക്സിമം നമ്മളൊരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കൂടുതൽ എക്കണോമിക്കലായിട്ട് തീർക്കുക എന്നുള്ളതായിരിക്കും ബേസിക്കലി ഒരു പ്രോജക്റ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ടൈം തന്നെ നമുക്ക് കൺസ്ട്രെയിൻ ആയിട്ട് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ആ ടൈമിൽ മീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നീട് ഡിലേ ആവുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇറ്റ് മേ അത് നമുക്ക് കോസ്റ്റിന് കുറച്ച് നഷ്ടത്തിന് ഇടവരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒബ്ജക്റ്റീവ്സും കൺസ്ട്രെയിൻസും എല്ലാം നമ്മൾ നേരത്തെ തന്നെ ആലോചിച്ച് വെച്ചിട്ട് വേണം ഒരു പ്രോജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അതിനെ മാനേജ് ചെയ്യാനായിട്ടും. ഇനി വരുന്നത് പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. അപ്പോൾ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മളുടെ ഒരു പ്രോജക്റ്റിന്റെ ലൈഫിൽ നമ്മൾ എങ്ങനെയാണോ ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത് മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് കോർഡിനേറ്റ് ചെയ്ത് നമ്മുടെ ഒബ്ജക്റ്റീവ്സ് മീറ്റ് ചെയ്യുന്നതിനാണ് project management എന്ന് പറയുന്നത്. So project management is the art of directing and coordinating human and material resources throughout the life of a project by using modern management techniques to achieve predetermined objective of scope, cost, time, ക്വാളിറ്റി ആൻഡ് പാർട്ടിസിപ്പേഷൻ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസിനെയും മെറ്റീരിയൽ റിസോഴ്സസിനെയും നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് എ പ്രോജക്റ്റ് ലൈഫിൽ ത്രൂ ഔട്ടായിട്ട് നമ്മൾ കോർഡിനേറ്റ് ചെയ്ത് നമുക്ക് വേണ്ട ഒബ്ജക്റ്റീവും നമുക്ക് വേണ്ട ടൈമിൽ കോസ്റ്റിൽ നമ്മൾ നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി നമ്മൾ മാനേജ് ചെയ്യുന്നതിനെയാണ് പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക്
ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പ്രോജക്റ്റിലെ ഒരു ഫേസ് ആണ്. ആ ഒരു ഫേസിൽ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് ആണുള്ളത്. അപ്പോൾ ബേസിക് മെയിൻലി വരുന്ന പ്രോജക്ട്സുകളാണ് ബിൽഡിംഗ് പ്രോജക്ട്സ്, ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്സ്, ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്. അപ്പോൾ ഇതിലെ ബിൽഡിംഗ് പ്രോജക്ട്സിനെ നമുക്ക് റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആൻഡ് കൊമേഴ്ഷ്യൽ പ്രോജക്ട്സ്. ആൻഡ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് തന്നെ നമുക്ക് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് പ്രോജക്ട്സ് ആയിട്ടും ക്ലാസിഫൈ ചെയ്യാം. സോ ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ബിൽഡിംഗ് പ്രോജക്ട്സിലെ റെസിഡൻഷ്യൽ ബിൽഡിംഗ് നോക്കാം. ഇപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം 2 or 3 സ്റ്റോറീഡ് ബിൽഡിങ്സ് ആയിരിക്കും. അത് ആൾക്കാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ള ബിൽഡിംഗ് ആണ്. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുന്നത്. സോ ദേ ക്യാൻ ബി ജനറലി സിംഗിൾ ഓർ ഡബിൾ ഓർ മൾട്ടി സ്റ്റോറേഡ് ഹ്യൂമൻ ഹാബിറ്ററ്റ്സ് ആണ്. ദിസ് ഇസ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് എന്താണ്, ഹോസ്പിറ്റൽസ് ആവാം, ടെമ്പിൾസ് ആവാം, സിനിമ ഹോൾസ് ആവാം, അങ്ങനെ റിക്രിയേഷണൽ ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നമുക്ക് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് എന്ന് പറയാം. ഇനി ബിൽഡിംഗ് പ്രോജക്റ്റിൽ അതിൻ്റെ ബിൽഡിംഗ് പ്രോജക്റ്റിന്റെ ഡിസൈനിങ് ഫേസിൽ ആർക്കിടെക്റ്റ് ആയിരിക്കും ടീം ലീഡറായിട്ട് ആക്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുന്നത്. സോ ഡിസൈനിങ് ഫേസിൽ ആർക്കിടെക്റ്റ് ആയിരിക്കും. So in this type of project, generally the architect acts as a group leader and he coordinates the person from different disciplines such as structural engineer, HVAC engineer, electrical engineer during the design. അപ്പോൾ ഡിസൈൻ ഫേസിൽ സ്ട്രക്ചറൽ എഞ്ചിനീയർ ആയിക്കോട്ടെ, HVAC എഞ്ചിനീയർ, ഇലക്ട്രിക്കൽ എഞ്ചിനീയർ എല്ലാമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് അവർക്ക് ഡിറക്ഷൻസ് കൊടുക്കുന്നത് ആരായിരിക്കും, ആർക്കിടെക്റ്റ് ആണ്. ആൻഡ് വെൻ ഇറ്റ് കം ടു കൺസ്ട്രക്ഷൻ ഫേസ്, ഇനി കൺസ്ട്രക്ഷൻ ഫേസിലേക്ക് ആവുമ്പോൾ സിവിൽ എഞ്ചിനീയർ ആണ് എല്ലാ എഞ്ചിനീയേഴ്സിനെയും കോർഡിനേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബിൽഡിംഗ് പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ലേബർ ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. ആൻഡ് അത് ഫോളോ ചെയ്യുന്നത് അവിടുത്തെ മുനിസിപ്പൽ ലോസ്, സ്റ്റേറ്റ് ലോസ് ഒക്കെ ആയിരിക്കും. അപ്പോൾ ഏതൊരു ലൊക്കാലിറ്റിയിലാണോ അവിടുത്തെ ലോക്കൽ ലോസ് എല്ലാം നമ്മളുടെ ഈ ബിൽഡിംഗ് പ്രോജക്ട്സ് ഫോളോ ചെയ്യണം കേട്ടോ. കൺസ്ട്രക്ഷൻ ഫേസിൽ സിവിൽ എഞ്ചിനീയർ ആണ് കോർഡിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഇന്ത്യയിലെ ബിൽഡിംഗ് പ്രോജക്ട്സ് എല്ലാം ലേബർ ഇന്റൻസീവ് ആണ്. ഇനി ലോക്കൽ ആസ് വെൽ ആസ് ജനറൽ ലോസ്, മുനിസിപ്പൽ ലോസ് എല്ലാം അനുസരിച്ചാണ് ബിൽഡിംഗ് പ്രോജക്ട്സിന്റെ കൺസ്ട്രക്ഷൻ വർക്ക്സ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് നോക്കാം, ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്. അപ്പൊ ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൽ കൂടുതലായിട്ട് വരുന്നത് പ്രൈമറി ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ടുള്ള എന്തൊക്കെയാണ്, ബ്രിഡ്ജസ്, ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്, റെയിൽവേ, ബ്രിഡ്ജസ്, റോഡ്സ്, അങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ വാട്ടർ ട്രീറ്റ്മെന്റ് സിസ്റ്റം, ഹൈഡ്രോളിക് സ്ട്രക്ചേഴ്സ് എല്ലാം നമ്മളുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിൽ വരുന്നതാണ്. ഇതിൽ മെയിൻലി ഗവൺമെന്റ് ആണ് ഇതിനെ ഫിനാൻസ് ചെയ്യുന്നത്. നമ്മുടെ ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിനെ ഗവൺമെന്റ് ആണ് മറ്റേത് ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും അല്ലെങ്കിൽ ഒരു കമ്പനി ആയിരിക്കും ഫിനാൻസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഫിനാൻസ് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ്. കാരണം പബ്ലിക്കിന് വേണ്ടി, പബ്ലിക് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പബ്ലിക്കിന്റെ വെൽഫെയറിന് വേണ്ടിയുള്ള പ്രോജക്ട്സുകൾ ആയതുകൊണ്ട് തന്നെ ഗവൺമെന്റ് ആയിരിക്കും പ്രൈമറിലി ഇതിനെ ഫിനാൻസ് ചെയ്യുന്നത്. ആൻഡ് ഈ കേസസിൽ എന്ന് പറഞ്ഞാൽ വളരെ ലാർജ് വോളിയൂം ഓഫ് എക്യുപ്മെന്റ്സ് ആണ്. ഇത് എക്യുപ്മെന്റ് ഇന്റൻസീവ് ആണ്, ലേബർ ഇന്റൻസീവ് അല്ല. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ ലാർജ് വോളിയൂം ഓഫ് മെറ്റീരിയൽസ് ആണ് ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്ട്സിൽ വരുന്നത്. ആൻഡ് ഇതിൽ എല്ലാ ഫേസസിലും കോർഡിനേറ്റ് ചെയ്യുന്നത്, കൺസ്ട്രക്ഷൻ ഫേസിൽ കോർഡിനേറ്റ് ചെയ്യുന്നത് സിവിൽ എഞ്ചിനീയർ ആണ്. സോ ഇത് ഡിസൈൻ ആൻഡ് കൺസ്ട്രക്ഷൻ ഫേസിൽ ഇതിൽ സിവിൽ എഞ്ചിനീയർ ആണ്. പക്ഷേ ബിൽഡിംഗ് പ്രോജക്റ്റിൽ ഡിസൈൻ ഫേസിൽ ആർക്കിടെക്റ്റും കൺസ്ട്രക്ഷൻ ഫേസിൽ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. പക്ഷേ ഹെവി എഞ്ചിനീയറിംഗ് പ്രോജക്റ്റിൽ രണ്ട് ഫേസിലും ഇൻപുട്സും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്, സിവിൽ എഞ്ചിനീയർ ആണ്. നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ്. ഇനി ഇൻഡസ്ട്രിയൽ പ്രോജക്ട്സ് എന്ന് പറയുമ്പോൾ അത് കൂടുതലായിട്ട് വരുന്ന റിഫൈനറീസ്, പ്ലാന്റ്സ്, കെമിക്കൽ പ്ലാന്റ്സ്, പെട്രോളിയം പ്രോജക്ട്സ്, ലാർജ് സ്റ്റീൽ പ്ലാന്റ്സ്, എയർക്രാഫ്റ്റ് ഇൻഡസ്ട്രി. അപ്പോൾ ഈ വരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം എന്തിൽ വരുന്നതാണ്, ഇൻഡസ്ട്രി പ്രോജക്ട്സിൽ വരുന്നതാണ്. ഇത് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോജക്ട്സ് ആണ്. അപ്പോൾ ലാർജ് കൺസ്ട്രക്ഷൻ ഫേംസ് ആയിരിക്കും ഇതിനെ ഫിനാൻസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇത് കണ്ടക്ട് ചെയ്യുന്നതെല്ലാം ലാർജ് കൺസ്ട്രക്ഷൻ ഫേംസ് ആയിരിക്കും ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഏറ്റെടുത്ത് നടക്കുന്നത്. അപ്പൊ ഈ പ്രോജക്റ്റിൽ എന്ന് പറഞ്ഞാൽ വളരെ ഹൈ നമ്പർ ഓഫ് സ്കിൽഡ് ലേബേഴ്സിന്റെ ആവശ്യമുണ്ട്. സോ കൺസ്ട്രക്ഷൻ ഓഫ് ദിസ് ടൈപ്പ് ഓഫ് പ്രോജക്ട് റിക്വയർ ഹയസ്റ്റ് ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടൈസ്. ഇപ്പൊ വളരെ കൂടുതലായിട്ടുള്ള എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടീസ്, ഹൈ ലെവൽ ഓഫ് എഞ്ചിനീയറിംഗ് എക്സ്പെർട്ടീസും വേണം. അതുപോലെ തന്നെ നല്ല സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണ് ഈ പ്രോജക്റ്റിന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. ഇനി കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ് നമുക്ക് വേറെ രണ്ട് രീതിയിൽ കൂടി തിരിക്കാം. ദാറ്റ് ഈസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് പ്രോജക്ട്സ്. ആസ് എ നെയിം സജസ്റ്റ്, നമ്മൾ പബ്ലിക് പ്രോജക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ
അതിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അത് പബ്ലിക്കിന് വെൽഫെയറിന് വേണ്ടിയുള്ളതായതിനാൽ അത് ആര് ഫണ്ട് ചെയ്യുന്നതായിരിക്കും? ഗവൺമെന്റ് ഫണ്ട് ചെയ്യുന്നതായിരിക്കും. സോ ദേ ആർ പ്രൈമർലി ഫണ്ടഡ് ബൈ ദ ഗവൺമെന്റ്. ആൻഡ് ഇതിന്റെ കൺസ്ട്രക്ഷൻ വർക്കിന് ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഗവൺമെന്റിന്റെ ഗൈഡ് ലൈൻസും റൂൾസും ഫോളോ ചെയ്തിട്ട് വേണം. സോ ഇപ്പോൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യാനുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഡിസ്ക്രൈബ് ചെയ്യും നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം നമുക്ക് സെൻട്രൽ പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈഡ് ചെയ്യുന്നത്. സോ in India, the Central Public Work Department describe what to do, when to do and how to do the projects with reference to construction. അപ്പോൾ കൺസ്ട്രക്ഷനെ ബേസ് ചെയ്ത് എങ്ങനെ, എവിടെ, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും CWD പ്രൊവൈഡ് ചെയ്യുന്നു, CPWD പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം ഗവൺമെന്റിന് അവരുടേതായ കുറച്ച് റൂൾസും ഇതെല്ലാം they can maintain their own rules and manuals to contract and execute the work under them. അപ്പം അവരുടേതായ കുറച്ച് റൂൾസും ഇതിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ്, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ റൂൾസും നമ്മളുടെ കോൺട്രാക്റ്റിലും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ നടക്കുന്ന ആ ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ നമുക്ക് ഫോളോ ചെയ്യണം. Now, ഇനി കോൺട്രാക്ടേഴ്സ് ആർ ജനറലി സെലക്ടഡ് ബേസിസ്. നമ്മൾ കോൺട്രാക്ടേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് വഴിയാണ് in public projects, and low cost bidding system followed by technical and financial evaluation is preferred in most of the case. അപ്പോൾ ബിഡിംഗ് വഴിയാണ് നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത്. അതിൽ ലോ കോസ്റ്റ് ബിഡിംഗ്, കാരണം ഗവൺമെന്റ് പ്രോജക്ട്സിനെല്ലാം വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിന്റെ ഫിനാൻഷ്യലി അതിന്റെ കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ നല്ല എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക്സ് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഒരു ബിഡ്, അപ്പോൾ കുറഞ്ഞ കോസ്റ്റ് ഉള്ള ബിഡായിരിക്കും ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ഗവൺമെന്റ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് വഴിയായിരിക്കും കോൺട്രാക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നത്. കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ലോ കോസ്റ്റ് ബിഡിംഗ് ആണ്. ഏറ്റവും കുറവ് പൈസയിൽ നല്ല രീതിയിൽ ബിഡ് ചെയ്തെടുക്കുന്നതാണ്. നെക്സ്റ്റ് ഈസ് പ്രൈവറ്റ് പ്രോജക്ട്സ്. ഇനി പ്രൈവറ്റ് പ്രോജക്റ്റ് ഡിപ്പെൻഡ് ചെയ്തെന്ന് വെച്ചാൽ ഏത് തരം പ്രോജക്റ്റ് ആണെന്ന് അനുസരിച്ചായിരിക്കും അതിന്റെ പ്രോജക്ട് മാനേജറിനെ ഓണർ ഡിസൈഡ് ചെയ്യുക. അപ്പോൾ ഇത് പ്രോജക്ട് മാനേജേഴ്സ് ബാക്കിയുള്ള ടീം മെമ്പേഴ്സ് ആയിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നെല്ലാം ഡിസ്കസ് ചെയ്യും. ആൻഡ് ഫൈനൽ ഡിസിഷൻ എപ്പോഴും പ്രൈവറ്റ് പ്രോജക്ട്സിൽ എടുക്കുന്നത് ഒരു പ്രോജക്റ്റ് അത് ഓണർ ആയിരിക്കും അല്ലെങ്കിൽ പ്രോജക്ട് മാനേജർ ആയിരിക്കും. പക്ഷെ പബ്ലിക് പ്രോജക്റ്റിന്റെ കേസിൽ നമുക്ക് ഗവൺമെന്റിന്റെ റൂൾസും റെഗുലേഷൻസും ഫോളോ ചെയ്യണം. ഒരു ഫൈനൽ സേ ഗവൺമെന്റിൽ നിന്നാണ് വരുന്നത്. പക്ഷെ പ്രൈവറ്റ് പ്രോജക്റ്റിൽ അതിന്റെ ഓണറിനായിരിക്കും ഒരു ഫൈനൽ സേ ഉണ്ടാവുന്നത്. ആൻഡ് പ്രൈവറ്റ് പ്രോജക്ട്സിൽ വർക്ക് ഡിപ്പെൻഡ് ചെയ്ത്, അപ്പോൾ നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത് വർക്ക് ക്വാളിറ്റിയുടെയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു റെപ്യൂട്ടേഷൻ ഓഫ് ദി പ്രോജക്റ്റ്, അവർ മുന്നേ ഏതൊക്കെ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, അവരുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സ്റ്റാറ്റസ് എങ്ങനെയാണ്, അതായത് റെപ്യൂട്ടേഷൻസ് എല്ലാം നോക്കി അവരുടെ ക്വാളിറ്റി എല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് അതിന്റെ നെഗോഷിയേറ്റഡ് മണി അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് ബിഡിംഗ്. അപ്പോൾ ഇവിടെയും നമ്മൾ കോൺട്രാക്ട് കൊടുക്കുന്നത് കോമ്പറ്റേറ്റീവ് ബിഡിംഗ് ആണ്. നെഗോഷിയേറ്റഡ് മണി എന്ന് വെച്ചാൽ നമ്മൾ ആ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് എത്ര പൈസയ്ക്കാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക എന്ന് ഡിസൈഡ് ചെയ്ത് രണ്ട് പാർട്ടീസ് തമ്മിൽ നെഗോഷിയേറ്റ് ചെയ്ത് ഡിസൈഡ് ചെയ്ത ആ ഒരു മണിയാണ് നെഗോഷിയേറ്റഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് പ്രൊജക്ട്സിൽ മെയിൻലി അത് ഓൺ ചെയ്യുന്നതും അല്ലെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നതും. So the type and nature of the project, the owner or project manager select and coordinates the project team. അപ്പോൾ project manager അല്ലെങ്കിൽ ഓണർ ആയിരിക്കും project ടീമിനെ സെലക്ട് ചെയ്യുന്നത്. ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് ഓണർ ആയിരിക്കും. അതുപോലെ കോമ്പറ്റേറ്റീവ് ബിഡിംഗ് അല്ലെങ്കിൽ നെഗോഷിയേറ്റഡ് മണി അനുസരിച്ചാണ് നമ്മളിവിടെ കോൺട്രാക്ട് കൊടുക്കുന്നത്. ആൻഡ് ഡിസൈനർ അല്ലെങ്കിൽ കോൺട്രാക്ടർ നമ്മൾ ചൂസ് ചെയ്യുന്നത് അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കിനെയും അതുപോലെ അവരുടെ റെപ്യൂട്ടേഷൻ എല്ലാം അനുസരിച്ചാണ്. സോ അപ്പോൾ ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിനെ പറ്റിയും വാട്ട് ഈസ് പ്രോജക്ട് മാനേജ്മെന്റ്, എന്താണ് പ്രോജക്ട് മാനേജ്മെന്റ്, പിന്നെ എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ പ്രോജക്ട്സ്, അതിൻ്റെ ഓരോ ഫീച്ചേഴ്സ്, ആരാണ് അവരെ ഫണ്ട് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും കാണുന്നതിനായിട്ട് വൺസ് കോച്ചിങ്ങിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.